സ്തോത്രം ചെയ്യാം. ഞാനിങ്ങനെ ചിലരൊക്കെ സ്പോട്ടിൽ ഇടാറുണ്ട്. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവൻ അങ്ങനെയാണ് വളരുന്നത്. അവൻ സ്തോത്രം ചെയ്യും. അവൻ ഈ വചനം എടുക്കുകയും ഉപയോഗിക്കുകയും ചെയ്യാതിരുന്നാൽ എന്നും നീ പറയുമായിരിക്കും. അതുകൊണ്ട് ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ വൃദ്ധനായാലും ഇത് പറയുകയൊക്കെ ചെയ്താൽ നമ്മുടെ സഭകളിലൊന്നും ആരും ഇതിനെ പിൻപറ്റാറില്ല. ഓ, ആ കുഞ്ഞുങ്ങൾ അവർക്ക് എന്തോ അറിയാം. ഇന്ന് നിനക്കറിയാവുന്നതിനേക്കാൾ കൂടുതൽ നിന്റെ പിള്ളേർക്കറിയാം. ഇന്ന് രാത്രി അവൻ സ്തോത്രം ചെയ്യുന്നു. കുഞ്ഞിന് ഈ വചനം കൊടുത്ത് അവനെ കൊണ്ട് ഈ വചനം പറയിച്ചാൽ അവൻ അതൊന്നും അവൻ അനുഗ്രഹമായിരിക്കും. കാരണം ഈ വചനം അവനെ രൂപാന്തരപ്പെടുത്തും. ഇത് വായിക്കുന്നവനും വായിച്ച് കേൾപ്പിക്കുന്നവനും ഇത് എഴുതിയിരിക്കുന്നവരും പ്രമാണിക്കുന്നവരും ഒരുപക്ഷെ അവർ പ്രമാണിക്കുന്ന ആഴത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും ഈ വചനം ഒരിക്കലും നഷ്ടമായി പോകത്തില്ല. നല്ല നിശ്ചയമാണ്. പലപ്പോഴും നമ്മുടെ സഭകളിൽ കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂളിൽ വളർത്താറുണ്ട്. അവർക്ക് PAP ഒക്കെ കൊടുക്കാറുണ്ട്. പക്ഷേ വചനം എടുക്കാനോ വചനം പറയാനോ വചനത്തോടെടുക്കാനോ നമ്മൾ ഒരിക്കലും പഠിപ്പിക്കാറില്ല. അവൻ നാം ചിന്തിക്കുന്നു, ഓ വചനം എടുത്താൽ ശിക്ഷ വരത്തില്ല. വചനമെടുക്കുന്ന ഒരുത്തരും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. വചനമെടുക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടിട്ടേ ഉള്ളൂ. വചനം രൂപാന്തരം വരുത്തിയിട്ടേ ഉള്ളൂ. വചനം ആർക്കും ഒരിക്കലും ദോഷം ചെയ്യുന്നതല്ല. കാരണം ഇത് തേനിലും തേൻകട്ടയിലും അവൻ സ്വന്തം ഇതിനെ പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലമുണ്ട്. അവൻ സ്വന്തം സമയം കളയാതെ ദൈവത്തിന്റെ മനത്തിലേക്ക് പോകാം. ഈ മാസം, ഈ വർഷം പരിശുദ്ധാത്മാവ് വിശുദ്ധിയെ തികയ്ക്കുന്ന ഒരു വർഷമാണ്. അവൻ സ്വന്തം എന്നുള്ള ദൂതാണ് ഈ വർഷത്തെ നമ്മുടെ ചിന്താ വിഷയം. അതിനോടനുബന്ധിച്ച് ഓരോ മാസങ്ങളും ദൈവം ദൂതുകൾ തന്ന് പോകുന്നു. ഈ മാസം പരിശുദ്ധാത്മാവ് തന്ന ദൂത് ഇതാണ്. അപ്പം വിശുദ്ധിയെ തികയ്ക്കണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ മാസം മാനസാന്തരപ്പെടണം. റിപ്പൻഡൻസ് ഇല്ലാതെ വിശുദ്ധിയിലേക്ക് വരാൻ സാധിക്കത്തില്ല. എന്നാൽ പലപ്പോഴും അനേകർ മാനസാന്തരപ്പെടും. ഒരു പ്രസംഗം കുത്തുകൊണ്ടൊരു കരച്ചില്, ഒരു ഡെഡിക്കേഷന്, അതിനങ്ങപ്പുറത്തോട്ടൊരു പോക്ക് ഇല്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് മാസം പറഞ്ഞു, മാനസാന്തരം കണ്ണുനീര് മാത്രം പോരാ, അവൻ യഥാസ്ഥാനപ്പെടണം. അതുകൊണ്ടാ നമുക്ക് ചില വാക്യങ്ങൾ വായിക്കാം. 85-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യം, അതിന്റെ 8-ാമത്തെ വാക്യം, അതിനുശേഷം വെളിപ്പാട് പുസ്തകം 2-ന്റെ 5-ാമത്തെ വാക്യം. ഞങ്ങളുടെ രക്ഷയുടെ ദൈവമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ, ഞങ്ങളോടുള്ള നിന്റെ നീരസം മതിയാക്കണമേ. നോക്കണം, അവിടെ പറയുമ്പോൾ സംഘത്തിനക്കാരൻ പറയുക, റെസ്റ്റോർ us Lord. ഈ റെസ്റ്റോർഡ് ആയില്ലെങ്കിൽ ദൈവത്തിന് എപ്പോഴും നീരസം ഉണ്ടാകും. അനേകരുടെ ചിന്ത, അനുഗ്രഹം കിട്ടി, എനിക്ക് ജോലി കിട്ടി, അതുകൊണ്ട് ദൈവം പ്ലീസ്ഡ് ആണെന്നല്ല. കാരണം ബൈബിള് പഠിക്കുമ്പോൾ അത് കാണാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു, 33 പുറപ്പാട് പുസ്തകത്തില് ദൈവം കൽപ്പന കൊടുത്തു. ഇറങ്ങി വന്ന ഉടനെ കൽപ്പന അവർ തെറ്റിക്കുന്ന കണ്ടു. സന്ദേഹം പറയുക, സഹിട്ട് പറയാ, പോ, ഞാൻ ദൂതനെ അയക്കാം. മോഹം, നീ ജനത്തെ കൊണ്ടുപോകും. നിന്റെ മുമ്പാകെ ദൂതനെ അയക്കാം. നിങ്ങൾ പോയി പാനം തേലും ഒഴുകുന്ന ദേശമൊക്കെ അനുഭവിച്ചു. പക്ഷെ ഞാൻ വരത്തില്ല. ഞാൻ എന്ത് ചെയ്യത്തില്ല. അപ്പോൾ അനുഗ്രഹം തരാം, നന്മകൾ തരാം, ജോലികൾ തരാം, പാനം തേലും ഒഴുകുന്ന ദേശമൊക്കെ തരാം എന്ന് വെച്ചുകൊണ്ട് ദൈവം നിന്നോട് പ്ലീസ്ഡ് ആണെന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. അവൻ സ്വന്തം മോശ പറഞ്ഞു, നീ വരുന്നില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യരുത്. നനേര് പറയുമ്പോ അതൊന്നും കുഴപ്പമില്ല, കർത്താവേ ജോലിയും ഒക്കെ തന്നാ, നീ ഒരു രോഗമൊന്നും വരുത്താതെ എന്റെ കുഞ്ഞുങ്ങൾക്കല്ല, അത് മാത്രം മതി. പകൽക്കാലം പ്രിയമുള്ളവരെ, 70-80 വയസ്സ് വരെയുള്ള കാലങ്ങളിലേക്ക് നന്ന അതിനങ്ങപ്പുറത്തേക്ക് അത് കഷ്ടമായിരിക്കും. കാരണം അതിനങ്ങപ്പുറത്തേക്ക് കാണത്തില്ല വ്യക്തികൾ. കാരണം നാശത്തിലേക്ക് പോകുന്ന വാതിൽ എങ്ങനെയുള്ളതാ? ഒരു കഷ്ടവും ദുഃഖവും ഇല്ലാത്തതാ. എന്നാല് നിത്യതയിലേക്ക് പോകുന്ന ഒരു വാതിൽ എന്ന് പറഞ്ഞാൽ ഇടുക്കവും. ഇന്ന് രാത്രി ഇടുക്കവും ഞെരുക്കും അനുഭവിക്കും. ഒത്തിരി താങ്ക്ഫുൾ ആയിരിക്കണം ടുവേർഡ്സ് ഗോഡ്. ഈ ഇടുക്കങ്ങൾ തന്നതുകൊണ്ട് സ്തോത്രം, ഈ ഞെരുക്കങ്ങൾ തന്നതുകൊണ്ട് സ്തോത്രം, ഈ നാണക്കേട് തന്നതുകൊണ്ട് സ്തോത്രം, ഈ വേദന തന്നതുകൊണ്ട് സ്തോത്രം. അതിനെ നിന്നിൽ ചാരാൻ പ്രാർത്ഥന. ഇല്ലായിരുന്നു ഞാൻ എന്റെ മിടുക്ക് കൊണ്ട് ഓടി, എന്റെ കഴിവ് കൊണ്ട് ഓടി എന്ന് പറഞ്ഞ് മുമ്പോട്ട് ഓടിപ്പോയതിന് ഞാൻ ദൈവത്തെ ഒരിക്കലും ശ്രദ്ധിക്കുമായിരുന്നില്ല. അപ്പോൾ സംഗീതം പറയാം, കർത്താവേ എനിക്ക് യഥാസ്ഥാനപ്പെടണം. അറിയാം, മനസാന്തരപ്പെട്ടു, പക്ഷെ യഥാസ്ഥാനപ്പെടാൻ സ്വയമായി കഴിയത്തില്ല. കഴിഞ്ഞ ഞായറാഴ്ച തോന്നി ഞങ്ങളുടെ മധ്യത്തിലെ സംഘത്തിനെ ശുശ്രൂഷിക്കാൻ ഒരു ചെറുപ്പക്കാരനെ പയ്യന് കൊടുത്തു. അവന്റെ പേര് കെവിൻ എന്ന് പറയും. അവരുടെ പ്രസംഗിച്ചെന്ന് പറയും. പക്ഷെ അവന് പ്രിപ്പയർ ചെയ്തുകൊണ്ട് വന്നു പറഞ്ഞു. പക്ഷെ പറഞ്ഞപ്പോൾ ഒരു വലിയൊരു മർമ്മം ആ കുഞ്ഞ് പ്രസ്താവിച്ചത്, അവൻ പ്രിപ്പയർ ചെയ്ത് വന്നതല്ലേ, വിശുദ്ധി എന്ന് പറയുന്നത് ഞാനും നിങ്ങളും അറ്റൈൻ ചെയ്യുന്ന ഒരു കാര്യമല്ല, ഞാൻ നിങ്ങൾ നേടിയെടുക്കുന്ന ഒരു കാര്യമല്ല, ദൈവം എനിക്ക് നിങ്ങൾക്കും
തരുന്ന ഒരു പദവിയാണ്. എന്തൊരു സത്യമാണ്. നമ്മൾ നേടിയെടുക്കുന്ന ഒരു കാര്യമല്ലത്. ദൈവം എനിക്ക് നിങ്ങൾക്ക് തീർന്ന നമ്മെ അതിലേക്ക് ഉയർത്തുക. ദൈവം ഉയർത്തുക. ഇന്ന് നിങ്ങൾ തലകുത്തി 18 അടവും പഠിച്ച് ചാടി നോക്കിയാലും ദൈവത്തിലെ വിശുദ്ധ മാനദണ്ഡത്തിൽ എന്നും നിങ്ങളെ കൊണ്ട് എത്താൻ പറ്റത്തില്ല. അങ്ങനെ ആയിരുന്നു. പിന്നെ അഹിതോഫേലായിരിക്കണമായിരുന്നു. കർത്താവ് സുവിശേഷം എന്ന് പറയണ്ടായിരുന്നു. അഹിതോഫേലിന്റെ സന്തതിയെ ജനിച്ചു മരിച്ചടക്കപ്പെട്ട യേശുവിനെ ഓർക്കണം എന്ന് പറയുന്നത്. പക്ഷേ പറഞ്ഞപ്പോ ആരും അവൻ ദാവീദിന്റെ. നിങ്ങൾ വചനം പഠിച്ചു വന്നു കഴിഞ്ഞാൽ ഈ 73-ാം സങ്കീർത്തനം സത്യം പറഞ്ഞാൽ എഴുതപ്പെടാൻ കാരണം ദാവീദ് പാപം ചെയ്തിട്ടും ദാവീദിന് ഒരു പ്രശ്നമില്ല. പുറമേയുള്ള ഇവൻ മാനസാന്തരപ്പെടുന്ന അവനല്ലേ അറിയത്തുള്ളൂ. പുറമുള്ളവരാരും കാണുന്നുണ്ടോ? അവൻ അപ്പോഴും രാജാവായി വാഴുക. നാദാവൻ അവന്റെ സിന്നെ എക്സ്പോസ് ചെയ്തിട്ടും ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിരിക്കുക. അഹങ്കാരികളോട് എന്ത് ചെയ്യുന്നു? ചില വചന പണ്ഡിതന്മാർ പറയുന്നത് ആ സാഹചര്യത്തോടനുബന്ധിച്ചാണ് ആ സങ്കീർത്തനം വിരചിതമാകാൻ ഇടയായെന്ന് പറയപ്പെടുന്നു. കാരണം പാപം ചെയ്യുന്നവൻ. അതുകൊണ്ട് അഹിതോഫേൽ നോക്കണം, അവന്റെ ആലോചന ദൈവത്തിന്റെ ആലോചന പോലെ ആയിരുന്നു. ഇന്ന് കൗൺസിലിങ്ങിന് വിളിച്ചു കഴിഞ്ഞാൽ ദൈവത്തെ വിളിച്ച് കൗൺസിൽ കൗൺസിലറായിട്ട് ദൈവത്തെ വെച്ചാൽ നിങ്ങൾ പോയി എൻ്റെ പ്രശ്നത്തിന് whatever Ahithophel would say is just what God would say. ഓർക്കണം. കാരണം അതുപോലെ വചനം പ്രമാണിച്ച് അനീതി ചെയ്യാതെ നല്ല മന്ത്രിയായിരുന്നു. ആ മന്ത്രിയുടെ കൊച്ചുമകളായിരുന്നു ബത്ശീബ. അവളെയാണ് ദാവീദ് പിഴപ്പിച്ചത്. തൻ്റെ മരുമകനായിരുന്നു അവൻ ഉറായ എന്ന് പറയുമ്പോൾ ഓർത്തോണം എത്ര സിൻസിയർ മാനാണ്. നമ്മളൊരു ദിവസം ഞായറാഴ്ചയാണെന്ന് ഞങ്ങൾ വായിച്ചു. cannot forgive ഡേവിഡ്. അത്ര നല്ല മനുഷ്യന്, അത്ര നല്ല മനുഷ്യൻ. നിങ്ങൾ മനസാക്ഷിയുള്ള ഒരു മനുഷ്യൻ ചിന്തിച്ചാൽ നിങ്ങൾ ഒരിക്കലും ദാവീദിനെ ക്ഷമിക്കത്തില്ല. പ്രത്യേക ഒരു കാര്യം വചനം പറയുന്നു. വിശുദ്ധി എന്ന് പറയുന്നത് നീ അറ്റൈൻ ചെയ്യുന്നതല്ല, ദൈവം തന്നെ ഉയർത്തുന്നൊരു പദവിയാണ്. മാനസാന്തരം വേണം, റിപ്പന്റൻസ് വേണം. അതുകൊണ്ട് സംഘം പറയുക, കർത്താവേ ഞങ്ങളുടെ രക്ഷയുടെ ദൈവമേ. സംഘം മനസ്സിലായി, ഞങ്ങളെ കൊണ്ട് പറ്റുകയില്ല. അമൻ. അതുകൊണ്ട് അവൻ അടുത്ത വാക്യത്തിൽ 8-ാമത്തെ വാക്യത്തില് അവിടെ ഒരു കാര്യം താൻ തീരുമാനിക്കുക. യഥാസ്ഥാനപ്പെടണമെങ്കിൽ ദൈവം പറയുന്നത് എന്ത് ചെയ്യണം? കേൾക്കണം. അടുത്തത്, അവർ ഭോഷത്വത്തിലേക്ക് വീണ്ടും തിരിയാതിരിക്കേണ്ടതിന് അവൻ തന്റെ ജനത്തോടും തന്റെ ഭക്തന്മാരോടും സമാധാനം നൽകും. ഇംഗ്ലീഷിൽ പറയുമ്പോൾ ശ്രദ്ധിച്ചോണേ, ഇംഗ്ലീഷിൽ ആ വാക്യം ഡിഫറെന്റ് ആയിട്ടാണ്. ആമേൻ. ദൈവം പറയുന്നത് ഞാൻ കേൾക്കും. ആ കേൾക്കുമ്പോൾ ദൈവം തന്റെ മക്കളോട് സമാധാനം നൽകും. ഇന്ന് പകല് ഈ വചനം പറയുന്നത് നീ കേട്ട വചനം പറയും, ഇന്ന് രാത്രി നീ പാപിയാണെന്ന് സമ്മതിക്കണം. കാരണം പാപമോചനത്തിന് കുറുക്കുവഴിയൊന്നുമില്ല. മെഴുകുതിരി കത്തിച്ചാലോ പുണ്യസ്ഥലത്ത് പോയാലോ പള്ളിക്ക് ചുറ്റും ഉരുണ്ടാലോ കട്ട ചുമ്മിയാലോ ഒന്നും നിന്റെ പാപം പോകത്തില്ല. ഒരാൾക്ക് നിന്റെ പാപം എഴുതി തള്ളാനും പറ്റത്തില്ല. പാപം ക്ഷമിക്കപ്പെടാൻ ഒറ്റ വഴി നിങ്ങൾ മാനസാന്തരപ്പെട്ട്. അടുത്തത്, പാപമോചനത്തിലുള്ള മാമോദിസ ഏകമെന്ന് എല്ലാ പള്ളിക്കാരും ഏറ്റു ചൊല്ലുന്ന. ശ്രദ്ധിച്ചോ, നിങ്ങൾക്ക് ആരെയും പരിഹസിക്കുകയില്ല. മാമോദിസ എങ്ങനെ നീ കേൾക്കണം? മാനസാന്തരപ്പെട്ടിട്ടാണ് കേൾക്കേണ്ടത്. ഫസ്റ്റ്, നിങ്ങൾ കുഞ്ഞുങ്ങളെ മാമോദിസ മുക്കുന്നവരാണ് നിങ്ങൾ അഭിമാനപ്പെടുന്നെങ്കിൽ തെറ്റിപ്പോയി സഹോദര. കാരണം മാനസാന്തരപ്പെട്ടവർക്കാണ് മാമോദിസ. കാരണം പാപങ്ങൾ കഴുകിക്കളയാൻ, കർമ്മപാപങ്ങൾ കഴുകിക്കളയാൻ. കാരണം റിപ്പന്റ് ചെയ്യണം. കൊച്ചു കുഞ്ഞ് എന്തോ പാപം ചെയ്ത് വന്ന് ഏറ്റു പറയാൻ ആ കുഞ്ഞിനെ ഒന്നേ അറിവില്ല. എനിക്കറിവില്ല എന്നെ മാമോദിസ മുക്കിയെന്ന്. തലതൊട്ടപ്പന് നിന്ന് പറയാനുള്ള സ്ഥലമല്ല ഇത്. ദൈവം വെച്ച വ്യവസ്ഥയെ നിങ്ങൾ വെള്ളം ചേർക്കരുത്, അത് ദോഷമാണ്. ഇത് ചേർക്കുന്നവനൊക്കെയും ദൈവസന്നിധിയിൽ നിന്ന് കണക്ക് പറയേണ്ടി വരുമെന്ന് ബൈബിള് ശക്തമായി പഠിപ്പിക്കുന്നു. ഇതിനെഴുതിയോട് കൂട്ടിയാൽ കുറച്ചാൽ അതിന് ശിക്ഷാവിധി ഉണ്ടെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പരിശുദ്ധം പറയും, നീ മാനസാന്തരപ്പെടണം. ഇതുവരെ നീ മാനസാന്തരപ്പെട്ടിട്ട് സ്നാനപ്പെടും. നിന്നെ മാക്ക് പറയണം. ഈ സത്യം അറിഞ്ഞാൽ സത്യം അറിഞ്ഞിട്ട് പിന്നെ വിഴുകിക്കൊണ്ടിരിക്കില്ല. പോലെ എവിടെ കൊണ്ട് നിർത്തിയാലും പറയണം, നീ മാനസാന്തരപ്പെട്ട് നീ മാമോദിസ ഏൽക്കണം. പാപമോചനത്തിലുള്ള മാമോദിസ ഏകമാണ്. അത് ഏറ്റു പറഞ്ഞ് നീ ഉപേക്ഷിക്കണം. കാരണം ശൗലിനോട്, പൗലോസാകുന്ന ശൗലിനോട് വന്ന് അനന്യാസ് ആദ്യം വന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഒറ്റയടിക്ക് ഇനിയും താമസിക്കുന്നത് എന്ത്? സഹോദരി, നീ താമസിക്കുന്നത് എന്താ?
ഇന്ന് രാത്രി എന്നെ ആരെങ്കിലും കാണുന്നത്, അത് പുരോഹിതനാണോ ആരാണ്, ഐ ഡോണ്ട് കെയർ, വൈ ഡു യു ടാരി? സത്യം നിനക്കറിയാം, നീ എന്താ താമസിക്കുന്നത്? നിത്യതയിൽ ചെല്ലുമ്പോൾ സമുദായ കൂട്ടുകെട്ടോ കൂടെയുള്ള സമൂഹമോ ഒന്നും നിന്നോട് കൂടെ കാണത്തില്ല. കണക്കെഴുക്കത്തിന് പ്രമാണി നിന്നോട് മാത്രമേ വിളിച്ചു ചോദിക്കത്തുള്ളൂ, ഞാൻ വെച്ച നീതിയുടെ മാർഗം നീ പിന്തുടർന്നു. അവനിൽ വിശ്വസിച്ചവർ സ്നാനമേറ്റ് സഭയോട് ചേർന്നു. വിശ്വസിക്കുന്നവർ സ്നാനമേൽക്കണം. വിശ്വസിച്ചാണ് മാമോദിസ. അവൻ അവിടെ കൊണ്ടുവരാ. അങ്ങനെ നിങ്ങൾ സ്നാനപ്പെട്ടാൽ നിങ്ങൾക്ക് എന്തോ കിട്ടും? പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. ശിഷ്യന്മാരുടെ മേൽ ഊതി അവിടെ കൊണ്ട് നിൽക്കാൻ പറ്റുകയല്ല. എണ്ണയല്ല, സൈത്തല്ല, മൂറോനല്ല, പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഈ നിമിഷവും ഈ ഭൂമിയിൽ എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, ഹല്ലേലൂയ, ഇരിക്കുന്ന എല്ലാ യവനക്കാർക്കും വേണ്ടി വ്യാപരിക്കുന്നതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. അവർക്ക് ജ്ഞാനം കൊടുക്കാൻ, അവർക്ക് തിരിച്ചറിവ് കൊടുക്കാൻ, അവർക്ക് വിവേകം കൊടുക്കാൻ, അവർ പോകണമെന്ന വഴി കാണിക്കാൻ ഈ പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയൂ. അതുകൊണ്ട് യേശു അവൻ വരുമ്പോൾ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. എന്നിട്ട് അവൻ സ്വന്തം അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, പ്രാർത്ഥന കഴിച്ചു, അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു, കൂട്ടായ്മ ആചരിക്കണം. മടങ്ങി വരട്ടെ, എന്റെ വിഷയം അതല്ല. അപ്പോൾ നോക്കണം, ജനം ദൈവവചനം കേൾക്കണം. അവൻ സ്തോത്രം ചെയ്യുന്നു. I will hear what the Lord has to say. എന്നിട്ട് പറയുക, for he will speak peace to his people. പറയുന്നത് കേൾക്കുമ്പോൾ നിന്നോട് പറയുന്നത് എന്തുവാ? ഈ കേട്ട വചന നിമിത്തം നിങ്ങൾ എന്തോ ഉള്ളവരെ ശുദ്ധി ഉള്ളവരാകും. ജനം യേശു എടുക്കാൻ വന്നിട്ടില്ലേ? ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, ജനം എന്ത് ചെയ്യുന്നില്ല? പോകുന്നില്ല. ഒരു ദിവസം അവൻ കുറെ അപ്പം കൊണ്ടും മീൻ കൊണ്ടും 4000 പേരെ പോഷിപ്പിച്ച ആ സംഭവത്തില് ജനം, the people, crowd gathered. അവരെത്ര ദിവസം എഴുതുമെന്ന് അറിയാമോ? 3 ദിവസം. 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വീട്ടിൽ പോകാതെ കഴിക്കുന്നതിനെ കുറിച്ച് കഴിച്ചിട്ടില്ല, എങ്ങും പോകാതെ. കാരണം ഇത് അവന്റെ വചനം യഹോവ അരുളിച്ച് ഞാൻ കേൾക്കുമ്പോ ആനന്ദമാകട്ടോ, ഉള്ളം കത്തും, ഉള്ളത്തിൽ പ്രയാസങ്ങൾ മാറും. ഈ വചനം കേൾക്കേണ്ട പോലെ നീ കേട്ടാൽ നിന്റെ സങ്കടങ്ങളെ മാറ്റുന്ന അവൻ അറിയുകയില്ല. അവസാനം കർത്താവ് തന്നെയാണ് പറയിടാകുന്നത്. നീ ദൈവവചനം കേൾക്കാൻ ആത്മാർത്ഥമായി വന്ന് ദൈവവചനത്തിൽ രസിക്കുമ്പോൾ നിന്നെ കുറിച്ച് പറയാവുന്ന നീയല്ല, പിന്നെ ആരായിരിക്കും അറിയാമോ? കർത്താവ് പറയുക, എനിക്ക് ഇവരെ ഇങ്ങനെ വിടാനായിട്ട് എന്റെ വചനത്തിൽ രസിച്ച്, എന്റെ വചനം കേട്ട് വീട്ടിലെ കാര്യങ്ങളോ, കാരണം അവർക്ക് മാട് കാണാം, ആട് കാണാം, ഇതൊന്നും ഓർക്കാതെ ജോലി കാണാം, ഇതെല്ലാം മറന്നിട്ട് അവന്റെ പാതപീടെ ആ മറി ഇരുന്നത് പോലെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ 3-ാം ദിവസം കർത്താവ് പറയുക, ഇങ്ങനെ എനിക്കിവരെ പറഞ്ഞയക്കാൻ പറ്റത്തില്ല. പോയാൽ അവർ വഴിയിൽ എന്ത് ചെയ്യും? ഇന്ന് രാത്രി ദൈവത്തെ തെരഞ്ഞു വരുന്നവനെ കുറിച്ച് വെറിയിടാകുന്ന ആരാന്നറിയാമോ? ദൈവമാണ്. പലപ്പോഴും നമ്മൾ നമ്മളെ കുറിച്ച് പറയണം, ദൈവം നമ്മളെ കുറിച്ച് പറയിടാകട്ടെ. ഈ ദിവസങ്ങൾ അതിനെന്ത് ചെയ്യണം? നിങ്ങളുടെ പാതവിടെ ഇരിക്കണം. യഹോവ അരുളിച്ച് ഞാൻ കേൾക്കുമ്പോൾ സമാധാനം വരുള്ളൂ. അടുത്ത കഥ പറയുക, എന്നാൽ let his saints, let them not turn back to folly. അവർ ഭോഷത്വത്തിലേക്ക് എന്ത് ചെയ്തത്? ഭോഷത്വം എന്ന് പറയുന്നാൽ അതുകൊണ്ടാ നിന്റെ വഴി യഹോവയെ ഫലമേൽപ്പിക്കുക, അവനിൽ മാത്രം. നമ്മൾ മിടുക്കലാന്ന് തോന്നിക്കഴിയുമ്പോൾ ദൈവ വഴികളിലേക്ക് തിരിയുക, അത് നമ്മുടെ ബുദ്ധിയുടെ പ്രമാണത്തിൽ പോകും. ആ പ്രമാണത്തിൽ പോകുന്നത് അബ്രഹാമാണേലും വിശ്വാസികളുടെ പിതാവാണേലും അത് ഭോഷത്വരമാണ്. നാട് വിട്ടു നാമധേയ കൂട്ടം വിട്ടിട്ട് കനാൻ നാട്ടിലേക്ക് എത്തിയ അബ്രഹാം പിതാവ് ദേശത്ത് ക്ഷാമം വന്നപ്പോൾ വിളിച്ച ദൈവത്തിന്റെ ശബ്ദം കേൾക്കാതെ ബുദ്ധിയുടെ പ്രമാണത്തിൽ ഊന്നിയിട്ട് റിസർച്ച് ചെയ്തു, എവിടെ എന്റെ പ്രശ്നത്തിന് പരിഹാരം. ഇപ്പൊ നമുക്ക് ChatGPT ഉണ്ടെന്ന് ചോദിച്ചാൽ മതി, ChatGPT പറയും എവിടെ പോകണം, എങ്ങനെ ചെയ്യണം, എന്തെല്ലാം ചെയ്യണം. അനേകർ ആ സഹായങ്ങൾ ഉപയോഗിക്കുന്ന പോലെ അബ്രഹാം പിതാവും സഹായം ഒന്ന് റിസർച്ച് ചെയ്ത് പറഞ്ഞു, in Egypt there is blessings. സഹോദരൻ, നിന്നെ വിളിച്ചത് ഈജിപ്തിലെ ബ്ലെസ്സിംഗ് തേടി പോകാനായിട്ടല്ല. സമയം 9 അമൻ സ്വപ്നം ചെയ്യുന്നു. ദൈവത്തിന്റെ ശബ്ദം. നിന്റെ വിക്ടറി, നിന്റെ വിജയം, നിന്റെ ഫ്യൂച്ചർ ആരായിരിക്കണം? അബ്രഹാം എന്ത് ചെയ്തു? പുള്ളിയുടെ ബുദ്ധിയുടെ പ്രമാണത്തിൽ ഊന്നി കനാൻ നാട്ടിൽ വന്നത് അപ്പത്തിന്റെ പാലിന്റെ ഒഴുകുന്ന നാട്ടിൽ വന്ന് ആരാധിച്ചവനാണ്. അവൻ സ്വന്തം ചെയ്യുന്ന ആ കനാൻ നാട് ആ ദൈവം കാണിക്കാൻ പറഞ്ഞു. ഞാൻ കാണിക്കാൻ ഈ ദേശത്ത് കൊണ്ടുവന്നതാ, അത് കനാൻ നാടാണ് പുള്ളി അറിഞ്ഞതുവാ. കനാൻ നാട്ടിൽ ദൈവം അപ്പം എന്ന കോലിനെ എന്ത് ചെയ്യും?
ചെറിയ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാം പട്ടുമത്തെ അല്ല. ദൈവം ചിലപ്പോൾ നിന്റെ പട്ടുമത്തെ ഒന്ന് മാറ്റും. എന്തിനാണെന്നറിയാമോ? നീ ചെയ്ത പ്രവൃത്തി, ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ മാനസാന്തരപ്പെട്ടു, ഞാൻ സ്നാനപ്പെട്ടത്, ദൈവം നിന്നെ ഉയർത്തി കൃപയിലേക്ക് വരുത്തിയതാ. ഗ്രേസ്, കൃപയാൽ അർഹതയില്ലാത്ത ദാനം നിനക്ക് തന്നതാ. അപ്പോൾ എപ്പോഴും നിന്റെ ആശ്രയം നിന്റെ പ്രാർത്ഥനയോ നിന്റെ വിശുദ്ധിയോ നിന്റെ വചനധ്യാനോ അല്ല. എന്റെ കർത്താവ് താങ്ക്സ് ഗിവിംഗ് എന്ന് പറയുമ്പോൾ നീ ഓർക്കേണ്ട എന്താ? ദൈവത്തെ ഇപ്പോഴും ഓർക്കണം. നീ ചെയ്ത പ്രവർത്തികൾ കർത്താവേ, അർഹതയില്ലാത്ത എന്നെ ഉയർത്തി അർഹതയില്ലാത്ത തന്ന നീ മാത്രം ദൈവത്തിൽ മാത്രം ആശ്രയമാണെന്നാൽ ഇവിടെ വന്നപ്പോൾ അബ്രഹാം ബുദ്ധിയുടെ പ്രമാണത്തിൽ ഊന്നി അവിടെ തൊട്ട് പേടി ആരംഭിച്ചു, കള്ളം പറയാൻ ആരംഭിച്ചു. അവന്റെ ഭാര്യ ഫെറോയുടെ വൈഫായിട്ട് തീർന്നു. അങ്ങനെ തന്നെയാണ് ബൈബിൾ പറയുന്നത്. നിങ്ങൾ വായിച്ചു നോക്കണം. ഫെറോ പറയാ, അവളെ എന്റെ ഭാര്യയായി എടുപ്പാൻ സംഗതി വന്നു. ഓരോ വിശ്വാസികളുടെ ഫാദറിന്റെ വൈഫ് വേറൊരുത്തന്റെ ഭാര്യയായെന്ന്. കാരണം എന്താ? വാഗ്ദത്ത ദേശത്ത് വന്ന് പാലും തേനും ഒഴുകുന്ന ദേശത്ത് ആത്മാവിൽ ആരാധിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടതായിരുന്നു. എന്റെ നന്മയും എന്റെ അനുഗ്രഹവും ഇറ്റ് ഈസ് ഗാഡ് അലോൺ. ഈ ഭൂമിയിൽ എന്റെ ബുദ്ധിയോ എന്റെ ജ്ഞാനവുമല്ല, ഗാഡ് അലോൺ. അത് അപ്പത്തിന്റെ നാട്ടിൽ വന്നാലും ഞെരുക്കം ഉണ്ടാകുമ്പോൾ ആമേൻ സ്തോത്രം ചെയ്യും. നീ ആശ്രയിക്കേണ്ട ആരിലേക്കാ? കർത്താവിന്റെ മുഖത്തേക്ക്. ഒരു കാര്യം കൂടി ഓർപ്പിക്കാമേ. അങ്ങനെ പോയപ്പോൾ അവസാനം ഫറവോൻ തിരിച്ചറിഞ്ഞു ദൈവമായി ഇന്റർവ്യൂ ചെയ്തത്. ഫറവോൻ ഇവൻ ദൈവത്തിന്റെ പൈതലാന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി നന്മകൾ കൊടുത്തു. കുറെ ആടുമാടുകളും കൂടെ ദാസിദാസന്മാരെയും കൊടുത്തു. അന്നേരം കയറി വന്നതാണ് ഹാഗാർ. ശ്രദ്ധിച്ചോണം. ബുദ്ധിയുടെ പ്രമാണത്തിൽ നീ പോകുന്നിടത്ത് ഒത്തിരി വാരിക്കോരി കൂട്ടും, നീ ഒത്തിരി നന്മകൾ. അതിനോടുകൂടെ പാരയും വരും. ഇന്ന് ലോകം അനുഭവിക്കുന്ന ടെററിസത്തിന് കാരണം. മടങ്ങി വരാം, എന്റെ വിഷയം ഇതല്ല. റെസ്റ്റോറേഷൻ. മാനസാന്തരപ്പെട്ടവർ റെസ്റ്റോർഡ് ആകണം. നീ ഏതിൽ നിന്ന് വീണുവെന്ന് ഓർത്ത് ആദ്യത്തെ പ്രവൃത്തി ചെയ്യണം. അങ്ങനെ ചിന്തിച്ചപ്പോൾ ഞങ്ങൾ ഒത്തിരി പേരെ ചിന്തിച്ചു. എലൈജയെ കുറിച്ച് കഴിഞ്ഞ ഞായറാഴ്ച ആരാധനയ്ക്ക് ശേഷം ഇംഗ്ലീഷ് വർഷിപ്പിൽ ചിന്തിച്ചു. ആരാധനയിൽ ഞങ്ങൾ ആ ശമരിയക്കാരി സ്ത്രീയെ കുറിച്ച് ചിന്തിച്ചു. തന്റെ വഴി വിട്ട് ഒരു ശമരിയക്കാരി സ്ത്രീയെ യഥാസ്ഥാനപ്പെടുത്താൻ കടന്നുപോയി ഈശോയെ കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചു. ചെന്നപ്പോൾ നോക്കണം, ജീവിതത്തിൽ ദാഹത്തിന്റെ കുടവുമായിട്ട് അവിടെ ദാഹം ശമിപ്പിക്കാൻ ഈ ലോകത്തിൽ ഒന്നിനെ കൊണ്ടും കഴിഞ്ഞില്ല. ദാഹം നിറഞ്ഞ ജീവിതവുമായി. കാരണം അവിടെ ജീവിതത്തെ ഈശോ വെളിപ്പെടുത്തുക. അവൾക്ക് വേണ്ടി ആ തളർന്ന് ആ യാക്കോബിന്റെ കിണറ്റരികിൽ ഇരുന്നത് എന്റെ ഈശോ. അവൾക്ക് വേണ്ടി അവന്റെ ഉള്ളം ദാഹിച്ചത്. അവൾ വന്നപ്പോൾ അവളോട് വെള്ളം ചോദിച്ചിട്ട് അവളോട് അവിടെ ജീവിതത്തെ കുറിച്ച് പറഞ്ഞു. പലത് തേടി, ലോകത്തിന്റെ ആശ്രയങ്ങൾ തേടി അവിടെ ദാഹം ശമിപ്പിക്കാൻ ഒത്തിരിയെടുത്ത് പോയി. 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ളവനോ ഒരിടത്ത് ദാഹം, ഇമംകൊള്ളത്തിൽ അടുത്ത ചാടി എല്ലായിടത്തും പോയിട്ടും തൃപ്തി വരാതെ നിരാശപ്പെട്ടിരിക്കുന്ന ഒരു സ്ത്രീ. അവളെ കുറ്റം വിധിക്കാതെ അവിടെ അടുക്കൽ വന്നിട്ട് തന്നെത്താൻ വെളിപ്പെടുത്തി, സത്യാരാധന എന്തെന്ന് വെളിപ്പെടുത്തി, പാരമ്പര്യത്തിലുള്ള ആരാധനയെ കുറിച്ച് അവൾ പറഞ്ഞു പുകഴ്ന്ന് അതിൽ മറഞ്ഞിരിക്കാൻ നോക്കിയപ്പോൾ യേശു പറഞ്ഞു, സ്ത്രീയെ, കർത്താവിനെ ആരാധിക്കുന്നവർ ഈ മലയിലുമല്ല യെരൂശലേമിലുമല്ല, അതായത് പാരമ്പര്യങ്ങളിലല്ല, പിന്നെ എങ്ങനെ ആരാധിക്കുന്ന? ആത്മാവിലും സത്യത്തിലുമാണ്. അവ സത്യാരാധന വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ, മിശിഹായെ കണ്ടു കഴിഞ്ഞപ്പോൾ അവളുടെ ദാഹമേ അവൾ മറന്നു. ബൈബിൾ പറയുന്ന കുടം അവൾ ഇട്ടിട്ട് അവൾ അല്ലെ, കുടം എന്തിനു കൊണ്ടാണ്? വെള്ളം. അവളുടെ ദാഹം. ഇന്ന് രാത്രി നിന്റെ ദാഹം എന്താണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നീ യേശുവിനെ എടുക്കുന്ന ഇന്ന് നിന്നെ തളർത്തുന്ന ദാഹമെല്ലാം മറന്നിട്ട് യേശു നിന്നെ യഥാസ്ഥാനപ്പെടുന്നു. ബൈബിൾ പറയും, നമ്മൾ ഓടി പട്ടണത്തിൽ ചെന്ന് പറഞ്ഞു, ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞു ഒരുത്തനെ, ഒരുപക്ഷെ അവൻ മെശിഹായിരിക്കുമോ? അവൾ പറഞ്ഞു, ഇങ്ങനെ ഈ സ്ത്രീ ഇതിനു മുമ്പൊന്നും പറഞ്ഞിട്ടില്ല. അവളെ കുറിച്ച് നല്ല സാക്ഷ്യം ആ പട്ടണത്തിലെ ഇല്ല. പക്ഷെ ജനം ഒന്ന് ശ്രദ്ധിച്ചു. അവരെല്ലാം ഓടി വന്നു, ഈശോയെ കണ്ടു, അവന്റെ വചനം കേട്ടു, അവനെ പട്ടണത്തിലേക്ക് ക്ഷണിച്ചു. അവരോടുകൂടെ യേശോ കുറെ നാൾ പാർത്തു. അവരെല്ലാം വിശ്വസിച്ചു. നിന്റെ സാക്ഷി എനിക്ക് വേണ്ടി പട്ടണം മുഴുവനും സുവിശേഷീകരിക്കപ്പെട്ട ഒരു സ്ത്രീയെ കൊണ്ടാണ് റെസ്റ്റോർഡ് ആക്കി. ഇന്ന് രാത്രി നിന്നെ ശുശ്രൂഷകളിലേക്ക് റെസ്റ്റോർ ആക്കുന്ന യേശു. ഇനി നമുക്ക് ചിന്തിക്കാം, പത്രോസിനെ കുറിച്ച് ചിന്തിക്കാം. ആമേൻ, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും പത്രോസിനെ കുറിച്ച്. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലാണ് പത്രോസിന്റെ വിളിയെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത്. 5-ാം അധ്യായത്തിന്റെ സ്തോത്രം 1 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങോട്ട് വായിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് കഥയറിയാം. കംപ്ലീറ്റ് ഫെയിലിയർ ആയ ഒരു പീറ്റർ. അമ്മാവിയമ്മയുണ്ട്, ഭാര്യയുണ്ട്, മക്കളൊക്കെ കാണും. അമ്മാവിയുണ്ടെങ്കിൽ ബാക്കിയൊക്കെ കാണുമല്ലോ. സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ഇന്ന് പറയുന്നു പീറ്റർ ആയിരുന്നു ഒന്നാമത്തെ പോപ്പെന്ന്. പീറ്ററിന് ഭാര്യയുണ്ടെന്ന് ബൈബിൾ പറയുന്നു. കാരണം പൗലോസ്ലീഹ പറയുക,
അവൻ സ്വന്തം ചെയ്യുന്നു. കേഫാവിനെ പോലെ അവൻ മറ്റ് അപ്പോസ്തലന്മാരെ ഞങ്ങൾക്ക് ഭാര്യയായ സഹോദരിയോട് കൂടെ നടക്കാൻ പറ്റത്തില്ലായിരുന്നു എന്നാണ് പൗലോസ് ചോദിക്കുന്നത്. പക്ഷെ ശുശ്രൂഷയിൽ എല്ലാം കളഞ്ഞിട്ട് പോയതൊന്നുമല്ല പീറ്റർ. അവൻ കുടുംബമുള്ളവനായിരുന്നു പത്രോസ്. അപ്പൊ ഒന്നാമത്തെ പോപ്പ് എന്ന് പറയുമ്പോൾ എങ്ങനെ ഒരു പോപ്പാക്കുമെന്ന് എനിക്കറിയത്തില്ല. മടങ്ങി വരട്ടെ. അവൻ സ്വന്തം എന്റെ വിഷയം അതല്ല, മടങ്ങി വരട്ടെ. അവൻ തകർച്ചയുടെ നെല്ലിപ്പലകൾ കൂടി പോകുന്ന ഒരു പത്രോസ്. വീട്ടിൽ എന്ത് കഴിക്കാൻ കൊണ്ട് കൊടുക്കുമെന്ന് അറിയാതെ നട്ടക്കണ്ണം കറങ്ങി അന്ന് മുഴുരാത്രിയിലും ആ തിബരിയാസ് കട മൊത്തം മലയിറക്കിയിട്ട് ഒറ്റ കട്ടൂപ്പ പോലും കിട്ടാതെ ജനം നോക്കുമ്പോ എങ്ങനെയാ കിട്ടിയില്ലെന്ന് പറയാൻ പറ്റുമോ? അത് വല അങ്ങോട്ട് ഭയങ്കര കഴുക്ക. കാരണം കഴുകൽ കാണുമ്പോൾ നിങ്ങൾ ഇഷ്ടംപോലെ മീൻ കിട്ടിയ ആ ചെതുമ്പിലൊക്കെ കളയാൻ വല വീഴുന്ന പോലെ ഇവിടെ കഴുകല് കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ യേശു നമ്മുടെ പടകിലേക്ക് കയറി. ജീവിതം ശൂന്യതകൾ കിടക്കുമ്പോൾ നീ പോലും അറിയാതെ നിന്റെ പടകിൽ ഈശോ വന്ന് കയറി. നീ ആ പടക് അവന് വേണ്ടി കൊടുത്തു. അവൻ കയറി പറഞ്ഞു അല്പം ആഴത്തിലോട്ട് അല്പം നീക്കാൻ പറഞ്ഞു. കരയിൽ നിന്ന് അവൻ നീക്കി. ഈശോ സംസാരിച്ചു. ഇന്ന് രാത്രി പരിശുദ്ധ കുഞ്ഞെ നിന്റെ ജീവിതമാകുന്ന പടക് ഈശോയ്ക്ക് കൊടുക്കുക. അവൻ നിന്റെ വാതൊക്കെ വന്ന് മുട്ടുക. ഇന്ന് രാത്രി നീ ശൂന്യതയുടെ നെല്ലിപ്പലകയിൽ നിൽക്കുക. എന്നാൽ ഇന്ന് രാത്രി നിന്റെ ജീവിതം ഈശോയ്ക്ക് കൊടുത്താൽ നിന്നെ കണ്ണു തള്ളിക്കുന്ന ഈശോ. നമുക്കറിയാം എന്ത് സംഭവിച്ചു. അവൻ സ്വന്തം പ്രസംഗിച്ചു കഴിഞ്ഞ് ഇറങ്ങുമ്പോ ഈശോ പറഞ്ഞു അവൻ എന്തെങ്കിലും കിട്ടിയോ? ആഴത്തിലോട്ട് നീക്കി. ഞങ്ങൾ രാത്രി മൊത്തം നോക്കിയിരിക്കില്ല എങ്കിലും നിന്റെ വാക്കിന് വലയിറക്കി. എന്ത് പറ്റി? തൊട്ടടുത്ത ആൾക്കാരെല്ലാം വിളിച്ചു. ഒറ്റപ്പടകളുള്ളവർ വന്നു സഹായിച്ചു. കരയെ കയറിയപ്പോൾ അവനെ കിണറിഞ്ഞു പോയി. കാരണം കണ്ണുകൾ എന്റെ യേശുവിന്റെ പ്രത്യേകത നിന്റെ കണ്ണ് തെളിയിക്കുന്ന പ്രവൃത്തി. ഇന്ന് രാത്രി നിന്നെ കൊണ്ട് സാധിക്കാത്ത, നിന്റെ വീട്ടുകാരെ കൊണ്ട് സാധിക്കാത്തത്, നിന്റെ കഴിവ് കൊണ്ട് സാധിക്കാത്തത്, നീ അവന്റെ വേണ്ടി നിന്റെ ജീവിതമാവുന്ന പടകൊന്നു കൊടുത്താൽ ഇന്ന് രാത്രി അവൻ കൗൺസിലേഴ്സിന് കഴിയാത്തത്, ഡോക്ടർമാർക്ക് കഴിയാത്തത്, ജസ്റ്റ് ഗീവ് യുവർ ബോട്ട് ടു ക്രൈസ്റ്റ്. അവനൊന്ന് ആ പടയക്കൂടെ ഒന്ന് സംസാരിക്കട്ടെ. ആ കരയുന്ന ആ ലോകത്ത് നീ അല്പം ആ വള്ളം ഒന്ന് നീക്ക് കുഞ്ഞെ. യേശുവിനെ കയറ്റിയിട്ട് ആ വള്ളം ലോകത്തിൽ നിന്ന് ഒന്ന് നീക്ക് കുഞ്ഞെ. അവൻ നിന്നിൽ കൂടി സംസാരിക്കും. സംസാരിച്ചു തീർന്നാൽ വെറും കൈയായിട്ട് പോകത്തില്ല. നിന്റെ ശൂന്യത മാറ്റിയിട്ടേ അവൻ പോകത്തുള്ളൂ. നിന്റെ തകർച്ച മാറ്റിയിട്ടേ പോകത്തുള്ളൂ. പത്രോസ് കണ്ടപ്പോ കിണറടിഞ്ഞു പോയി. അവൻ കരയിലോട്ട് വള്ളം അടുപ്പിച്ച് ഓടി വന്ന് കാലിലോട്ട് എന്ന് പറയാ, അയ്യോ ഞാൻ പാപിയായ എന്നെ വിട്ട്. യേശു ചോദിച്ചു, നീ ഇത് കണ്ടപ്പോഴേ കിണറിഞ്ഞു പോയോ? ഇന്ന് മുതൽ ഞാൻ നിന്നെ ആഗ്രഹം 10 അതിന്റെ 5-10-11 വായിച്ചാൽ. ശിമോന്റെ കൂട്ടാളികളായ യാക്കോബ്, യോഹന്നാൻ എന്ന സെബദി മക്കൾക്കും അവണ്ണം തന്നെ യേശു ശിമോനോട് ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും എന്ന് പറഞ്ഞു. കോളിംഗ് മാറി. പണ്ടാരായിരുന്നു മീൻപിടുത്തക്കാരൻ. അവൻ വയർ നിറച്ച് മീൻ കൊടുത്തു കഴിച്ചിട്ട് പറയാ, ഇനി നീ ആരല്ല, മീൻപിടുത്തക്കാരനല്ല, ആരെ പിടിക്കുന്നവനാകും. എന്റെ അടുത്ത വാക്യം വായിച്ചു. പിന്നെ അവർ പടകുകളെ കരയ്ക്ക് അടുപ്പിച്ചിട്ട് സകലവും വിട്ട് അവനെ അനുഗമിച്ചു. ശ്രദ്ധിച്ച് വിളി കേട്ടതും ശകലമല്ല, സകലവും വിട്ട്. പടക് മറന്നു, വല മറന്നു, മീൻപിടുത്തം മറന്നു. നാടിന്റെ പുറകെ അവര് വാലുവാലായി നടക്കാൻ തുടങ്ങി. പൈസ കൊടുത്തിട്ടോ 5 ഒന്നും കണ്ടിട്ടല്ല, അവനിലെ അത്ഭുതങ്ങൾ ദർശിച്ചിട്ട്. ഇന്ന് രാത്രി നിന്റെ പടക് നീ വിട്ടുകൊടുത്താൽ നീ യേശുവിന്റെ പുറകെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. കാരണം നിന്റെ കണ്ണ് തള്ളിപ്പിക്കുന്ന യേശു. അതിനുശേഷം താഴ്ത്തു വായിക്കും ഒരു കാര്യം ഓർത്തോണം, എന്റെ യേശു നിന്നെ തേടി വരുന്ന ഒരു ദൈവമാ. അവൻ സ്വന്തം ചെയ്യുന്നു. അവൻ നിന്നെ അറിയുന്ന ഒരു ദൈവമാ. അവൻ നിന്റെ പർപ്പസ് മാറ്റുന്ന ദൈവമാ. നിന്റെ ഭാവിയെ മാറ്റുന്ന ദൈവമാ. നീ അടുത്തത് ഈ പത്രോസ് മനുഷ്യനെ പിടിക്കുന്നവരായി യേശുവിനോട് കൂടെ നടന്നു, സുവിശേഷം അറിയിച്ചുകൊണ്ട് പോകുന്നു. എന്നാൽ ജീവിതം എന്തായിട്ട് മാറി? പരാജയമായിട്ട് മാറി. അവൻ യേശു പറഞ്ഞു, എന്നെ എല്ലാവരും തള്ളി പറയുമെന്ന് പറഞ്ഞപ്പോൾ ചാടിക്കറിഞ്ഞ് പത്രോസ് പറഞ്ഞു, ആരെല്ലാം തള്ളി പറഞ്ഞാൽ ഞാൻ തള്ളി പറയില്ലെന്ന് പറഞ്ഞു. അവൻ യേശു പറഞ്ഞില്ല, നീ തള്ളി പറയും. അവൻ സ്വന്തം 3 കാര്യങ്ങളാ. അതായത് എല്ലാവരും വീണാലും ഞാൻ എന്ത് ചെയ്യത്തില്ല, വീഴത്തില്ല. ഞാൻ നിന്നെ തള്ളി പറയുന്നത് പറയും, ഞാൻ മരിക്കേണ്ടി വന്നാലും കൂടെ 3 വാഗ്ദത്തങ്ങളും പൊളിഞ്ഞു. ബൈബിൾ പറയുന്നു, കോഴി കൂവുമ്പോൾ തള്ളി പറഞ്ഞു. ആ കൂയപ്പോൾ തള്ളി പറഞ്ഞു കഴിഞ്ഞപ്പോൾ യേശു തിരിഞ്ഞ് അവനെ ഒന്ന് ചങ്ങമുട്ടി ഓടി ഭിത്തിക്ക് നേരെ പോകും. അലോറി അവൻ കരഞ്ഞു. കൈപ്പോടെ കരഞ്ഞു എന്നായിരിക്കുന്ന റിപ്പൻഡൻസിലേക്ക് വന്നു. പക്ഷെ എന്നിട്ട് യഥാസ്ഥാനപ്പെട്ടോ?
മരിച്ചു അടക്കപ്പെട്ടു. ഈശോനാഥൻ ഉയർത്തെഴുന്ന സമയമില്ലാത്തതുകൊണ്ട് അമ്മ സ്വന്തം ചെയ്യുന്നു. ഈശോനാഥൻ ഉയർത്തെഴുന്നതിനെ കാണാം. ആ റിപ്പന്റൻസ് യഥാസ്ഥാനത്വത്തിലേക്ക് വന്നില്ല. യേശു മരിച്ചടക്കപ്പെട്ട് കഴിഞ്ഞിട്ട് 3 ദിവസം കഴിഞ്ഞ് ഇവരെല്ലാവരും കൂടി ഒരു മുറിയിൽ കൂടി ഇരുന്നപ്പോൾ യേശു ഇവിടെ മധ്യം നിന്നുകൊണ്ട് സമാധാനം. പത്രോസൊക്കെ കണ്ടു വിശ്വസിച്ചു. കരഞ്ഞു മാനസാന്തരപ്പെട്ടെങ്കിൽ യഥാസ്ഥാനപ്പെട്ടില്ല. ഉയർത്തെഴുന്നേറ്റ് കണ്ടിട്ടും എന്ത് ചെയ്തില്ല? കർത്താവ് ഊതി പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്ന് പറഞ്ഞു. എന്നിട്ടും എന്ത് ചെയ്തില്ല? യഥാസ്ഥാനപ്പെട്ടില്ല. അടുത്തത് തിദിമോസ് എന്ന തോമസ് ഇല്ലാഞ്ഞതുകൊണ്ട് 8 ദിവസം കഴിഞ്ഞിട്ട്, സമയമില്ലാത്തോട് പറഞ്ഞു വിടുക, 8 ദിവസം കഴിഞ്ഞിട്ട് അവരെല്ലാം വീണ്ടും കൂടിയിരിക്കുമ്പോൾ അവരുടെ മധ്യത്തിലേക്ക് ഈശോനാഥൻ എന്ത് ചെയ്തു? നിങ്ങൾ ആ ഭാഗം യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണാൻ കഴിയും. ആ ഭാഗം ഒന്ന് എടുത്തിട്ട് തോമസിന്റെ ഭാഗം ഒന്ന് വായിച്ചാട്ട് രണ്ടാമത് വരുന്ന ഭാഗം 20-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. 20-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തിലേക്കും യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം. ഇനി 10 മിനിറ്റോടെ പെട്ടെന്ന്. എന്നാൽ യേശു വന്നപ്പോൾ 12 ദിദിമോസ് എന്ന തോമസ് അവരോടുകൂടി ഉണ്ടായിരുന്നില്ല. ഇല്ല. മറ്റേ ശിഷ്യന്മാർ അവനോട്, ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞാറേ, ഞാൻ അവന്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരലിടുകയും അവന്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് അവൻ അവരോട് പറഞ്ഞു. 8 ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്തു കൂടിയിരിക്കുമ്പോൾ തോമസ് ഉണ്ടായിരുന്നു. വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട്, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. തോമസിനോട്, എന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എന്റെ കൈകളെ കാണുക. നമ്മുടെ കുറിവാക്കി ഒന്ന് മറന്നു പോകല്ലേ. അമേശ്വരം യഹോവ അരുളിച്ചെയ്ത് ഞാൻ കേൾക്കും, അവൻ തന്റെ ഭക്തന്മാരോട് എന്തോ അരുളൂന്ന് പറഞ്ഞ്. യേശു വന്നാൽ എപ്പോഴും പറയാനുള്ളത് പീസ്. എത്ര കുഴഞ്ഞു പറഞ്ഞ പ്രശ്നമാണെങ്കിലും മറുപടി കിട്ടാത്ത വിഷയമാണ്. യേശുവിന് തരാനുള്ള എന്തുവാ? എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്ന ലോകം ആ പീസ് കിട്ടിയാണ്ടല്ലേ എല്ലാം കുത്തഴിഞ്ഞ് കിടക്കാണേലും നീ ആനന്ദിക്കും. മനുഷ്യ പറയും വട്ടാന്ന് പറയും, ഭ്രാന്താന്ന് പറയും. പരിശുദ്ധാത്മ പൂർണ്ണന്റെ ഭ്രാന്തനാന്ന് ബൈബിൾ പറയുന്നു. എല്ലാം ഉടഞ്ഞു കിടക്കുമ്പോഴും അവൻ എപ്പോഴും കോൺഫിഡന്റ് ആണ്. കാരണം അവൻ കാണുന്ന കർത്താവിന്റെ മുമ്പിൽ നടക്കുന്നവനാണ്. അവൻ വായിച്ചാട്ട് അടുത്ത വാക്യം. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു ഈശോ പറഞ്ഞു. തോമസ് അവനോട്, എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ള. ശ്രദ്ധിക്കണേ, എന്തുവാ പറഞ്ഞത്? എന്റെ മുസ്ലിങ്ങൾ എപ്പോഴും പറയുന്നത് എവിടെയാ ഈശോ ദൈവം എന്ന് പറയുന്നത്? എന്റെ കുഞ്ഞ തോമസ് തൊട്ടിട്ട് വിളിച്ചു പറയുന്നത് എന്റെ കർത്താവും എന്റെ ദൈവവും. യേശു അതിനെ തിരുത്തിയോ? ദൈവം എന്താടാ പറഞ്ഞെന്ന് ചോദിച്ചോ? ഇല്ല. എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവേ. ചുറ്റുമിരുന്നവരെല്ലാം കേട്ടു, ഇവൻ കർത്താവാണ്, ഇവൻ ദൈവമാണ്. ഇനി നമുക്ക് പത്രോസ് അപ്പച്ചനെ നോക്കാം. അവനോട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. ഇന്ന് രാത്രി നീ അത്ഭുതവും മുറങ്ങളും നോക്കിയിരിക്കുക യേശുവിനെ വിശ്വസിക്കാൻ. ഇന്ന് രാത്രി പരിശുദ്ധമാവൻ കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. അങ്ങനെ നോക്കണം. ഈ ശിഷ്യന്മാർ ഇങ്ങനെ പോകുകയിൽ 21-ാം അധ്യായം ആരംഭത്തിലേക്ക് വരുമ്പോൾ പത്രോസ് ഇപ്പം മാനസാന്തരപ്പെടേണ്ട. അവൻ കരഞ്ഞു, കർത്താവിനെ നോട്ടം അവന്റെ ചങ്ങനകത്തോട്ട് ഇറങ്ങി. എന്നിട്ടും അവൻ എന്തോ ചെയ്തില്ല? യഥാസ്ഥാനം പെട്ടില്ല. അവൻ സ്വന്തം ചെയ്യുന്നു. അത് കാണണം, പ്രവൃത്തി കാണാൻ നോക്കിയാൽ മതി. കുറെ നാൾ കഴിയുമ്പോൾ പിറ്റേ ദിവസം അവൻ സ്വന്തം 21-ാം അധ്യായത്തിന്റെ ആരംഭം മുതൽ ഒന്ന് വായിച്ചാട്ട്. അതിന്റെ ശേഷം യേശു പിന്നെയും തിബിരിയാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായ വിധമായിരുന്നു. ശിമോൻ പത്രോസും ദിദിമോസ് എന്ന തോമസും ഗലീലയിലുള്ള കാനായിലെ നഥനയേലും സെബദി മക്കളും അവന്റെ ശിഷ്യന്മാരിൽ വേറെ 2 പേര് ഒരുമിച്ച് 7 ശിഷ്യന്മാർ ഒരുമിച്ച് കൂടി നിൽക്കുമ്പോൾ ശിമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണേ, ശിമോൻ പത്രോസ് എന്താ പറയാ? നേരത്തെ യേശുവിനെ മീൻ പിടിപ്പിക്കുന്ന ജോലി മാറ്റിയിട്ട് ആരെ പിടിപ്പിക്കുന്നവനാക്കി? മനുഷ്യനെ പിടിക്കുന്നു. അവൻ സകലവും വിട്ട് ആരെ അനുഗമിച്ചു? യേശുവിനെ അനുഗമിച്ചു. തിരിഞ്ഞവൻ പോഷത്വത്തിലേക്ക് പോവുകയാണ്. ഇത്ര മാനസാന്തരപ്പെട്ടിട്ടും യഥാസ്ഥാനപ്പെടാതെ ഈശോയെ കണ്ടിട്ടും സാക്ഷാൽ കർത്താവും ദൈവവുമാണെന്ന് അറിഞ്ഞിട്ടും കഥ വടച്ച് എത്ര ഇന്ന് രാത്രി ഓർത്ത് നീ എത്ര ദൈവമക്കളാണ് കൃപയിൽ നിൽക്കുന്ന വ്യക്തിയെ രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ടവനാണെങ്കിലും അവൻ സ്വന്തം യഥാസ്ഥാനപ്പെടണമെന്നില്ല. ഇന്ന് രാത്രി കാലം ഓർക്കണം. ബൈബിൾ പറയുന്നു അവൻ സ്വന്തം ചെയ്യുന്നു. അവൻ പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു. നോക്കണം,
ഇവന്റെ പിന്മാറ്റം മറ്റുള്ളവരെയും പിന്മാറ്റത്തിലേക്ക് എന്ത് ചെയ്തു? നയിച്ചു. യഥാസ്ഥാനപ്പെട്ടില്ലെങ്കിൽ ദൈവമക്കളെ, ഞാനും നിങ്ങളും നിങ്ങളുടെയും പ്രവൃത്തി നമ്മുടെ മക്കളെ പിന്മാറ്റത്തിലേക്ക് നടത്തും, നമ്മുടെ വീട്ടുകാരെ പിന്മാറ്റത്തിലേക്ക് നടത്തും, നമ്മുടെ സഭയിലെ വിശ്വാസികളെ പിന്മാറ്റത്തിൽ നടക്കും. ലോകം കണ്ടിട്ട് പറയും ഇതും ഓക്കെ അതും ഓക്കെ എന്ന് പറയും. ഇന്ന് രാത്രി ബൈബിൾ പറയുന്നു, ആമേൻ, എന്റെയോ നിങ്ങളുടെയോ നടപ്പുകൊണ്ട് ലോകം പിന്മാറിപ്പോകാനിടയാകല്ലേ. ഇവിടെ നോക്കി, ശിഷ്യന്മാരും പത്രോസിനോട് കൂടെ മീൻ പിടിക്കാനായിട്ട് പോയി. പുറപ്പെട്ട് പടക് കയറിപ്പോയി. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. രാത്രിയിൽ എന്ത് ചെയ്തില്ല? ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. ഇന്ന് രാത്രി യഥാസ്ഥാനപ്പെടാതെ നിന്റെ ബുദ്ധിയുടെ പ്രമാണത്തിൽ, നിന്റെ നോളജിൽ റണ്ണ് ചെയ്യുന്ന ഇടങ്ങളിൽ ഒന്നും നിനക്ക് വിക്ടറി ഉണ്ടായെന്ന് വരത്തില്ല. ഇനി ഒരു വേള ചിലത് വിക്ടറി എന്ന് തോന്നിയാലും ഭാവിയിൽ ഇന്നും ലോകത്തിന് ടെററിസം പ്രോബ്ലം ആയിരിക്കുന്ന പോലെ അബ്രഹാം അന്ന് വിചാരിച്ചു കാണും. കാരണം ദേശം മൊത്തം അവരെ സമ്പത്തിനെ വഹിക്കാനോ ദേശത്തിന് വയ്യാതിരുന്നിട്ട് അവൻ ലോത്തും അബ്രഹാമും രണ്ടായിട്ട് പിരിഞ്ഞു. നിന്റെ സമ്പത്ത് കൂടുന്നതിലല്ല ദൈവ സാന്നിധ്യം എപ്പോഴും ഓർക്കണം. അവൻ ഇന്നും ലോകത്തിനൊക്കെ ഒട്ടിയാണ് വിഷയം. മറന്നുപോകൽ, യഥാസ്ഥാനപ്പെട്ടില്ലേ പ്രശ്നം. അവൻ വലിയ പ്രശ്നമാ, വിജയമാകത്തില്ല ഒരിക്കലും. അന്ന് രാത്രി ഒന്നും പിടിച്ചില്ല. ഇനി വായിച്ചു അടുത്തത്. പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. പുലർച്ചെ എല്ലാം വന്നു, ഒന്നും കിട്ടാ നിരാശയോടെ ഒരു മടങ്ങി വരികയാ. പിന്മാറിപ്പോയൊരു കൂട്ടർ മടങ്ങി വരികയാ. അന്നേരം യേശു ആകുന്നുവെന്ന് ശിഷ്യന്മാർ അറിഞ്ഞിരുന്നു. നോക്കണേ, യേശുവിനെ വിട്ട് ഇതിനു മുമ്പ് 2 വട്ടം പ്രത്യക്ഷനായി. കണ്ടു, ഈശോയെ കണ്ടു. തീരത്ത് നിൽക്കുന്ന ഈശോ ആണെന്ന് അവർക്ക് എന്ത് ചെയ്തില്ല? ഇന്ന് രാത്രി ഓർത്തണം, നീ യഥാസ്ഥാനപ്പെടാതെ പിന്മാറിപ്പോകുമ്പോൾ ഈശോയെ കണ്ടാൽ എന്ത് ചെയ്യണമെന്നില്ല, തിരിച്ചറിയണമല്ലോ. വായിച്ചു അടുത്ത വാക്യം. യേശു അവരോട്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? ശ്രദ്ധിക്കണേ, ഈശോ വിളിക്കുന്ന ഓർത്തോണം. ഇതിനു മുമ്പ് നിങ്ങള് മഗ്ദലന മറിയം ഈശോയെ കണ്ടു കഴിഞ്ഞപ്പോൾ അമേശ്വരം നീ പോയി എന്റെ സഹോദരന്മാരോട് പറയാനാണ് ഈശോ പറഞ്ഞു വിടുന്നത്. സമയങ്ങളിൽ വായിച്ചു നോക്കണം, എന്റെ സഹോദരന്മാരുടെ. ഇവിടെ വന്നപ്പോ ഈശോരെ വിളിക്കുന്നത് എങ്ങനെയാ? കുഞ്ഞുങ്ങൾ. കാരണം എന്താണെന്നറിയാമോ? നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകും, അവൻ അത്ഭുത മന്ത്രി, ധീരനാം അതാ 103-ാം സംഘത്തിൽ പറയുമ്പോൾ 13-ാം വാക്യം, അപ്പന് ഭക്തന്മാരോട് നിരക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഈശോയെ ധരിക്കുമ്പോൾ നീ അവന്റെ മകനായി അവന്റെ കുടുംബത്തിലെ അംഗമായി മാറുകയാണ്. അതുകൊണ്ട് രക്ഷിക്കപ്പെടുന്ന, സ്നാനപ്പെടുന്ന ഇമ്പോർട്ടന്റ് എന്ന് പറയാൻ കാരണം, when you put on Christ, you're becoming part of God's family. ദൈവത്തിന്റെ മകനായി മകളായി യേശുവിനോടുകൂടി അവൻ co-heir, അവൻ കൂട്ടവകാശിയായിട്ട് മാറുക. ഈ ഒരു മർമ്മം വലുതാണ്, ഈ മിസ്റ്ററി വലുതാ. കഴിഞ്ഞ ദിവസം ഞങ്ങള് അവൻ എപ്പിസോഡിൽ വായിക്കുമ്പോൾ മിസ്റ്ററി വെളിപ്പെടുത്തി. എന്തോ കർത്താവിന്റെ അൾട്ടിമേറ്റ് പർപ്പസ്, അവൻ ദൈവത്തിന്റെ ക്രിസ്തുവിൽ കൂടി സകലത്തെയും ദൈവത്തിൽ ഒന്നാണ്. അതാണ് ഇന്റേണൽ പർപ്പസ്. അവൻ സ്വന്തം ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ, ബൈബിൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു അവൻ സ്വന്തം ചെയ്യുന്നു. അപ്പന് മക്കളോട് അതുകൊണ്ട് വന്നിട്ട് സഹോദരന്മാരെ കൂട്ടാൻ വല്ലതും ഉണ്ടെന്നല്ലേ ചോദിച്ചത്? ഇന്ന് രാത്രി സത്യവചനം തിരിച്ചറിഞ്ഞിട്ടും പരിശുദ്ധാത്മാവ് വ്യക്തമായ ഹൃദയത്തിൽ ഇടപെട്ടിട്ടും മാനസാന്തരപ്പെട്ട് യഥാസ്ഥാനപ്പെടാതെ നീ പോകുമ്പോൾ നിന്നെ തള്ളിക്കളയാത്തൊരു കർത്താവ് ഇന്ന് രാത്രി വീണ്ടും മണം ഫലം കഴിക്കാതിരുന്നിട്ടും എന്താ ബ്ലസ്സിംഗ്? അവന് നിന്നെ മറക്കാൻ പറ്റത്തില്ല. അവന്റെ ചോരയാൽ നീ വീണ്ടെടുക്കപ്പെട്ടവനാ. നീ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവനാ. നീ യേശുവിന്റെ മരണത്തിലും അടക്കത്തിലും ഉയർപ്പിലും വിശ്വസിച്ചിട്ട് ഞാൻ പാപിയാണെന്ന് പറഞ്ഞ് അവനോട് എനിക്ക് ചേരണം, അവന്റെ മരണത്തോട് ചേരണം. നീ അവൻ മാമോദിസയില് വിശ്വസിച്ചുള്ള മാമോദിസയില് ഈശോയെ ഇട്ട് കഴിഞ്ഞപ്പോൾ നീ അവന്റെ ഉള്ളിലായി, അത്യുന്നതന്റെ മറവിലായി നീ അവന്റെ മകനായി മാറി. നീ അവൻ വില കൊടുത്തു. എന്താ വിലയെന്നറിയാമോ? പുത്രനെ കാൽവരിയിൽ തകർത്ത് ചങ്കിലെ അവസാനത്തുള്ള രക്തം വരെ കൊടുത്തു. നീ അവന്റെ സ്വന്തമായി, നീ അവന്റെ ദത്തുപുത്രനായി. അവന് നിന്നെ കളയാൻ പറ്റില്ല. അവൻ തേടി വന്നു. കുഞ്ഞുങ്ങളെ അവര് പറഞ്ഞു ഒന്നുമില്ല, രാത്രി മൊത്തം അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. കർത്താവ് പറഞ്ഞ വലത്തെ ഭാഗത്തോട്ട് മലയിറക്ക്. ബൈബിൾ പറയുന്നു 153 വലിയ അന്നേരമാ. ചിലർക്ക് ഈ വിടുതൽ കിട്ടുമ്പോഴേ അറിയത്തുള്ളൂ കർത്താവാണെന്ന്. ഉടനെ സ്നേഹിതശിഷ്യൻ പറഞ്ഞു ഇത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പത്രോസ് കാര്യം ഞാൻ നഗ്നനാണെന്ന്. കർത്താവിനെ നീ കാണുമ്പോഴേ നിന്റെ ജീവിതത്തിന്റെ നഗ്നത തിരിച്ചറിയാൻ പറ്റും. തുണി ചുറ്റി കടലിലോട്ട് ചാടി.
ആകപ്പാടല്ല ചെയ്യോ എന്നെ ആരായിട്ട് വിളിച്ചതാ? മനുഷ്യനെ പിടിക്കുന്നവനായി. എന്നാൽ ഇപ്പോൾ എൻ്റെ പരിപാടി എന്തോ ഞാൻ കാണിച്ചത്, വിഷാദിയവൻ അവസാനം പുറകെ പമ്മി കയറി വന്നപ്പോൾ കണ്ട കാഴ്ച, ഇവർ പിടിച്ച മീൻ കൊണ്ടാണോ അവരെ കഴിപ്പിച്ചത്? നമ്മുടെ വിചാരം ഞാൻ ചെയ്യുന്ന ജോലി കൊണ്ടാണ് എൻ്റെ. അല്ലല്ല, നിന്റെ ജോലിയല്ല, നിനക്ക് വേണ്ടി കട്ടുന്നതുകൊണ്ട് അവനെ മുന്നമേ അവന്റെ രാജ്യവും നീതി നീ അന്വേഷിക്കാതോടുകൂടി ഇതൊക്കെ നിനക്ക് തരും. ഇറ്റ്സ് നോട്ട് യുവർ വർക്ക്. നിന്റെ ജോലിയല്ല. ഇന്ന് രാത്രി നിന്റെ ജോലി പോയാലും നിന്നെ ശക്തിയോടെ നടത്താൻ കഴിവുള്ള എന്റെ ദൈവം 40 വർഷം തന്റെ ജനത്തിന് വേണ്ടി മരുഭൂമിയിൽ കരുതിയ ഒരു ദൈവത്തിന് നിന്നെ നടത്താൻ എന്താ പ്രയാസം? കരയ്ക്ക് വന്നപ്പോൾ കനൽ മേച്ചുട്ട അടയും മീനും. ഇതിന്ന് പിടിച്ച മീനാണോ? ചില വിചാരം ഇപ്പൊ പിടിച്ച മീൻ കൊണ്ടാണ് കഥ പറഞ്ഞത്. അതൊന്നും അല്ലെടുത്ത് ഉപയോഗിച്ച് അവസാനം 3 ചോദ്യം ചോദിച്ചു. അമ്മയെ സ്വന്തം ചെയ്യുന്നു, യോനാന്റെ മകനായ ശിമോനെ, ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു. ഉടനെ എന്ത് പറഞ്ഞു? എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. അടുത്തത് അതിലെന്താ കഥ പറഞ്ഞേ? എന്റെ കുഞ്ഞാടുകളെ ഇനിയും പിടിക്കുകയല്ല കുഞ്ഞെ, ഒരു പ്രൊമോഷൻ. നീ യഥാസ്ഥാനപ്പെടണം. നീ കുറച്ചുനാൾ പിടിച്ചോണ്ട് തുടങ്ങുന്നു. പിടിച്ചാൽ മതി. പിടിച്ചു കഴിയുമ്പം പിന്നെ അതെങ്ങനെ വേണം നിനക്കൊരു എലവേഷൻ ഉണ്ട് ശുശ്രൂഷയിൽ. എന്റെ കുഞ്ഞാടുകളെ എന്ത് ചെയ്യുക? ആരാ മേയ്ക്കുന്ന? ഇടയനാകണം. മുമ്പ് പിടിച്ചാൽ മതിയായിരുന്നു, പിടിയല്ലേ. എലവേഷൻ ഇൻ യുവർ പർപ്പസ്. നീ യഥാസ്ഥാനം, നിന്നെ കണ്ട വിടിയിലേക്ക് നീ കടന്നു വരണം. നീ അടുത്ത വായിച്ചു. അടുത്ത വീണ്ടും ചോദിച്ചു, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നു. അതിനവൻ കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നു. പ്രിയമുണ്ട് എന്ന് ഞാൻ നീ അറിയുന്നു എന്ന് പറയാം. എന്റെ ആടുകളെ പാലിക്കുക. അടുത്തത് പറയാം, പാലിക്കുക. മെയിൻറ്റെയിൻ മൈ ഷീപ്പ്. ഇടയന്റെ ജോലി എന്ത് ചെയ്യാതെ അവൻ പച്ചയായപ്പിൽ പുറം കിടത്തുന്നു, സ്വസ്ഥ വെള്ളത്തിനടുത്തേക്ക് നടത്തുന്നു. നീ പിടിക്കുക മാത്രമല്ല, ഇനി പാലിക്കേണ്ട ശുശ്രൂഷകളിലേക്ക് നിന്നെ വളർത്താൻ, യഥാസ്ഥാനപ്പെടാൻ പരിശുദ്ധം പറയും. ഇന്ന് രാത്രി നിന്റെ വിളി വരുമ്പോൾ നീ അവൻ പലവട്ടം കേട്ടിട്ടും മാറി മാറി നടന്ന് വീണ്ടും നീ അവൻ പടകം വകയെടുത്ത് പോകുമ്പോൾ പരിശുദ്ധ കുഞ്ഞേ നീ യഥാസ്ഥാനപ്പെടും. കുഞ്ഞുങ്ങളെ കൂട്ടാൻ വലുതുകൊണ്ടോ? അടുത്ത വായിച്ചോ ലാസ്റ്റ്. മകനായ ശിമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ടോ എന്ന് 3ാമത് ചോദിക്കാൻ പത്രോസ് ദുഃഖിച്ചു. കർത്താവെ, നീ സകലവും അറിയുന്നു. എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നും നീ അറിയുന്നു എന്ന് അവരോട് പറഞ്ഞു. അവനോട് എന്റെ ആടുകളെ മേയ്ക്കുക. ആദ്യം കുഞ്ഞാടുകളെ മേയ്ക്കുക, 2 ആടുകളെ പാലിക്കുക, 3 ആടുകളെ മേയ്ക്കുക. എന്റെ അടുത്തതായിട്ട് പറയുമ്പോൾ അടുത്ത വാക്യം കൂടി വായിച്ചു. ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളിടത്ത് നടന്നു. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം നിങ്ങൾ യൗവനക്കാരായിരുന്നപ്പോൾ നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിൽ നിങ്ങൾ പോയി. വയസ്സായ ശേഷമോ നീ കൈ നീട്ടുകയും മറ്റൊരുത്തൻ നിന്റെ അരകെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്ത ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും എന്ന് പറഞ്ഞു. നീ കർത്താവിന്റെ കൃപകളിലേക്ക് വരുമ്പോൾ ചില സമയത്ത് കർത്താവ് ചിലപ്പോൾ നിനക്ക് ഇഷ്ടമല്ലാത്ത പാതകൾ കൂടി നടത്തി എന്ന് വരാം. പക്ഷേ ഇന്ന് പകൽക്കാലം ഓർക്കണം, വിളിച്ചവന്റെ ഇഷ്ടം ചെയ്യുന്നത് പോലെ വേല തികയ്ക്കുന്നതാണ് നമ്മുടെ ആഹാരം. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ചു. എന്നിട്ട് യേശു പറഞ്ഞ അവസാനം എന്താ പറഞ്ഞേ? അതിനാൽ അവൻ ഇന്ന വിധം മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തു എന്ന് അവൻ സൂചിപ്പിച്ചു. അടുത്ത വാക്യം, എന്നെ അനുഗമിക്കുക. ഞാനിവിടെ നിർത്തുകയാ. ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു, യഥാസ്ഥാനപ്പെടണം. ജസ്റ്റ് കരച്ചിൽ കൊണ്ട് കുറ്റമേറ്റ് പറഞ്ഞുകൊണ്ടും കാര്യമില്ല. അവന്റെ ഇഷ്ടമുള്ള പ്രവൃത്തിയിലേക്ക് ഇന്ന് രാത്രി നീ മടങ്ങി വരണം. ഇന്ന് രാത്രി നിന്നെ തേടി തീരത്ത് വന്ന് നിൽക്കുന്ന യേശു വിളിക്കുന്നു. അവൻ സ്വന്തം ചെയ്യുന്നു. രാത്രി നിന്റെ അവസ്ഥകളെല്ലാം അറിയുന്ന കർത്താവ് നിന്നെ വിളിക്കുന്നു. അവിടെ ഇന്ന് രാത്രി നീ ഓർക്കണം, ഏതിൽ നിന്നും നീ വീണുവെന്ന് ഓർക്കണം, നിന്റെ വിളിയിൽ നിന്ന് നീ എത്ര അകന്നുവെന്ന് ഓർക്കണം. ഇന്ന് രാത്രി റിപ്പന്റ് ചെയ്യണം. അവൻ നീ മാനസാന്തരപ്പെടണം. 3 ആദ്യത്തെ പ്രവൃത്തിയിലേക്ക് എന്ത് ചെയ്യണം? മടങ്ങി വരണം. ഇന്ന് രാത്രി കർത്താവിൽ നമുക്ക് എഴുന്നേൽക്കാം, ഒരു ഗാനം പാടി നമുക്ക് നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം. കർത്താവേ, ഇന്ന് രാത്രി എന്നെ തന്നെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറയാം. അവൻ സ്വന്തം ചെയ്യുന്നു. നോക്കണം, ഒത്തിരി മേഖലകളിൽ നാം കർത്താവിനെ തള്ളിപ്പടഞ്ഞവർ ആയിരിക്കാം. അമീൻ. ഒത്തിരി മേഖലകളിൽ ഭയത്തോടെ പുറമോട്ട് മാറിയവരായിരിക്കാം. അമീൻ. ഒത്തിരി മേഖലകളിൽ തകർച്ചകൾ നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റി കാണാം. ഇന്ന് രാത്രി പറയാം, കർത്താവേ, ആമേൻ, സ്വന്തം ഞങ്ങളുടെ രക്ഷയുടെ ദൈവമേ, ഞങ്ങളെ
ഇന്ന് രാത്രി ഞങ്ങളെ തേടി ഒന്ന് വരണമേ. മനുഷ്യർക്കോ മനുഷ്യരുടെ പ്രസംഗങ്ങൾക്കോ ഞങ്ങളെ മാറ്റാൻ പറ്റില്ല. എന്നാൽ ഇന്ന് രാത്രി നീ വന്ന് എൻ്റെ കരവൊന്ന് പിടിച്ചാൽ, ഇന്ന് രാത്രി എൻ്റെ അന്തരാത്മാവ് ഇടപെട്ടാൽ, ഇന്ന് രാത്രി ഞാൻ ആൾമാറിയവനാകും. ഹല്ലേലൂയ. എൻ്റെ പർപ്പസ് മാറും, എൻ്റെ വിളി മാറും. ഈ പത്രോസ് നോക്കുമ്പോൾ അവൻ ഈശോ പറഞ്ഞ പോലെ കാത്തിരുന്നു. അവർക്ക് മനസ്സിലായി, എനിക്ക് പരിശുദ്ധാത്മാവിനെ എല്ലാവരും ചൂട് പോലും വെക്കാൻ പറ്റുകയില്ല. അവര് കരഞ്ഞു കാത്തിരുന്നപ്പോൾ തന്റെ റൂഖ അവരുടെ മേൽ അയച്ചു. പത്രോസ് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചു. 3000 പേര് സഭയോട് എന്ത് ചെയ്തു? ചേർന്നു. പിന്നീട് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി, അപ്പോസ്തല പ്രവൃത്തികൾ കൂടി കാണുകയാ. ഇന്ന് രാത്രിക്കാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ പദ്ധതികളിലേക്ക് നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുവാൻ ആഗ്രഹമുണ്ട്. നിങ്ങളെക്കുറിച്ച് വലിയ പദ്ധതി അവനുണ്ട്. ദീർഘയാത്ര നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. അതുകൊണ്ട് വിശുദ്ധിയെ തികച്ച് അവൻ നമുക്ക് ഒരുങ്ങി നിൽക്കേണ്ടത് ആവശ്യമാണ്. അവൻ സ്വന്തം ചെയ്യുന്നു. കാരണം അവൻ വരുവതിന് താമസം ഏറെയില്ല. ഇന്ന് രാത്രി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ സമർപ്പണത്തോടെ നമുക്ക് ഈ ഗാനം ഒന്ന് പാടി അവൻ സ്വന്തം ചെയ്യുന്നു, പ്രാർത്ഥിക്കുമ്പോൾ അവസാനിപ്പിക്കാം. വിശുദ്ധിയെ